ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റുഹബ്സ മിൽക്ക് ഷേക്കാണ്. റുഹബ്സ എന്ന് പറയുന്നത് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സിറപ്പാണ്. ഫ്രൂട്ട്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെ എക്സ്ട്രാക്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമ്മുടെ മിൽക്ക് ഷേക്കിന് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വേണ്ടത് റുഹബ്സയാണ്. റുഹബ്സ വേണം. 2 കപ്സ് മിൽക്ക് വേണം. നല്ല കോൾഡ് മിൽക്കാണത്. പിന്നെ അത് ബേസിൽ സീഡ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ റുഹബ്സ, കണ്ടൻസ്ഡ് മിൽക്ക്, കാർഡമം, പിന്നെ ഷുഗറും കാർഡമും ഓപ്ഷണലാണ്, മധുരത്തിനനുസരിച്ച് മതി. മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മുടെ മിൽക്ക്, നല്ല തണുത്ത മിൽക്കാണ്, അത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ റുഹബ്സ 2.5 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതും നല്ല മധുരമുണ്ട്. പ്രത്യേകിച്ച് മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും നമുക്ക് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുന്നത്. അത് മധുരം അനുസരിച്ച് മാത്രം നിങ്ങൾ ചേർത്താൽ മതി. അതേപോലെ തന്നെയാണ് കാർഡമവും ഈ റോസ് ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ മാത്രം ചേർത്താൽ മതി. അപ്പോൾ കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്ത് ഇനി നമുക്കത് കൊണ്ടുപോയി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ലപോലെ അടിച്ചിട്ട് വരാം. ഇനി നമുക്ക് ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ആ റുഹബ്സ കൊണ്ട് തന്നെയാണ് ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. 2 ഗ്ലാസ്സിലും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ ഒന്ന് ഡിപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഒരു ഹാഫ് നാരങ്ങയുടെ ഇത് വെച്ചിട്ട് ആ വക്കെല്ലാം ഒന്ന് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഷുഗറിൻ്റെ ഇതിലൊന്ന് ഗ്ലാസ് ഒന്ന് റോൾ ചെയ്ത് വിടുക. അപ്പോൾ ഇങ്ങനെ ഷുഗർ അതിലിങ്ങനെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലെമൺ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗ്ലാസ്സൊക്കെ റെഡിയാക്കി. ഇനി ഫസ്റ്റ് നമുക്ക് കുറച്ച് സബ്ജ സീഡ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഐസ് ക്യൂബ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുക്കുക, ഒരു 2-3 എണ്ണം. ഇപ്പോൾ ഓൾറെഡി പാല് നല്ല തണുത്തതായതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഇനി നമ്മുടെ മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ചും കൂടി സബ്ജ സീഡ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഇച്ചിരി റുഹബ്സയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യുക. ഇത്രയും മാത്രം മതി. നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയായി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കാണ്, സൂപ്പർവാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.